ഹലോ എവരിവൺ, വെൽക്കം ടു കരിയർ മേക്കർ. ഇന്ന് നമുക്ക് വരുന്ന SBI ക്ലർക്ക് അതുപോലെ SBI PO മെയിൻസിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ലെവലുള്ള ഒരു സെറ്റ് DA ചെയ്യാവേ. അപ്പോൾ ഞാൻ ഒരു സെറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ ചാർട്ട് വരുന്ന ഗ്രാഫാണ്. ഓക്കെ, DA സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കി സെറ്റായതിനു ശേഷം മാത്രം ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നോക്കി വെച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ചെയ്യാൻ പോകരുത്, തെറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുൾ ഒന്ന് വായിച്ച് നോക്കുക. പാരഗ്രാഫ് ഷോസ് ടോട്ടൽ നമ്പർ ഓഫ് കോൾസ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ഫ്രം 6 ഡിഫറെൻറ്റ് കോൾ സെൻറ്റർ. 6 കോൾ സെൻറ്ററിലുള്ള ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട്. അപ്പോൾ ഇൻബൗണ്ട് പ്ലസ് ഔട്ട്ബൗണ്ടിൻ്റെ സമ്മാണ് ഈ കിടക്കുന്ന നമ്പേഴ്സ്. ഓക്കെ, ഇതാണ് ഓരോ സ്റ്റോഴ്സ്. സ്റ്റോർ A, സ്റ്റോർ B, C, D, E, F. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് നോക്കുക. സ്റ്റാർട്ടിങ് 0 ആണ്, പിന്നെ ഇവിടെ കിടക്കുന്നത് 50 ആണ്. ഓക്കെ, എത്ര ഡിവിഷൻ ഉണ്ടെന്ന് നോക്കി. 1, 2, 3, 4, അഞ്ചാമത്തെ ഡിവിഷനാണ് 50. അപ്പോൾ ഓരോ ഡിവിഷനും 10 വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, യെസ്, ഓരോ ഡിവിഷനും അപ്പോൾ 10 വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും നമ്പേഴ്സ് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഒരു ഡാറ്റയും കൂടെ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കി. ഇൻബൗണ്ട് കോൾസ് ഇസ് ഈക്വൽ ടു ഇൻ്റർനാഷണൽ ഇൻബൗണ്ട് പ്ലസ് ഡൊമസ്റ്റിക് ഇൻബൗണ്ട്. ഔട്ട്ബൗണ്ട് ഇസ് ഈക്വൽ ടു ഇൻ്റർനാഷണൽ ഔട്ട്ബൗണ്ട് പ്ലസ് ഡൊമസ്റ്റിക് ഔട്ട്ബൗണ്ട്. അതായത് A എന്ന് പറയുന്നൊരു കോൾ സെൻറ്റർ എടുത്താൽ മൊത്തം 80 കോൾ അവിടെ പോയിട്ടുണ്ട്. 80 കോൾ എന്ന് പറഞ്ഞാൽ ഇൻബൗണ്ടിൻ്റെയും ഔട്ട്ബൗണ്ടിൻ്റെയും സമ്മാണ്. ഓക്കെ, ഇൻബൗണ്ടിൻ്റെ ഔട്ട്ബൗണ്ടിൻ്റെ സമ്മ്. ഈ ഇൻബൗണ്ടിൽ തന്നെ ഇൻ്റർനാഷണൽ ഉണ്ട്, ഡൊമസ്റ്റിക് ഉണ്ട്. ഔട്ട്ബൗണ്ടിൽ തന്നെ ഇൻ്റർനാഷണൽ ഉണ്ട്, ഡൊമസ്റ്റിക് ഉണ്ട്. ഇത്രയും കാര്യമാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ചാർട്ടും കൂടെ ഉണ്ട്. ദ ഗിവൺ ടേബിൾ ഷോസ് റേഷ്യോ ബിറ്റ്വീൻ ഇൻബൗണ്ട് കോൾ ആൻഡ് ഔട്ട്ബൗണ്ട് കോൾ. ഇൻബൗണ്ട് കോളിൻ്റെ ഔട്ട്ബൗണ്ട് കോളിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ. ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എല്ലാ സ്ഥലത്തുള്ള ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എഴുതിയിട്ടില്ലേ. നമുക്ക് ആദ്യം നമ്പേഴ്സ് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ നമ്പേഴ്സ് നമുക്ക് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എയിലെ ടോട്ടൽ കോൾസ് എത്രയാണ്? 80. എയുടെ റേഷ്യോ എത്ര? 11:5. അപ്പോൾ ടോട്ടൽ 80 ആണ്. ഈ റേഷ്യോയിൽ കട്ട് ചെയ്താൽ 16 പാർട്ട് 80, അപ്പോൾ ഒരു പാർട്ട് 5. അപ്പോൾ ഇൻബൗണ്ട് 55, ഔട്ട്ബൗണ്ട് 25. ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും. ഓക്കെ, ഡിക്കകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സിക്കകത്തെ നമ്പർ നമുക്ക് നോക്കാം. സിയിലെ നമ്പർ 120 ആണ് അല്ലേ. സിയുടെ നമ്പർ 120 ആണ്. ടോട്ടൽ 120. ആഡ് ചെയ്യുമ്പോൾ 24 പാർട്ട്. 24 തൊട്ട് 120 ആണെങ്കിൽ ഒരു പാർട്ട് 5 ആയിരിക്കും. അപ്പോൾ 95ഉം അതുപോലെ തന്നെ 25. ഇതിൻ്റെ വാല്യൂസ് നമുക്കറിയത്തില്ല കേട്ടോ. അടുത്തത് ഡിയുടെ അറിയത്തില്ല. ഇയുടെ എഫ് നോക്കാം. ഓക്കെ, ഇയുടെ നമ്പർ 220, എഫിൻ്റെ വാല്യൂ 160 ആണ്. 220, 160. ഇനി ഇവിടുത്തെ റേഷ്യോ 5:6 അല്ലേ. 6 ആഡ് ചെയ്യുമ്പോൾ 11. 11 പാട്ട് 200 ആണെങ്കിൽ ഒരു പാട്ട് 20 ആയിരിക്കും. അപ്പോൾ ഇതെത്രയായിരിക്കും? 100. മറ്റേതെത്രയായിരിക്കും? 120. ഇവിടെ എത്ര വരും? 160 ആണ്. ഓക്കെ, 160. 8 പാട്ട് 160, അപ്പോൾ ഒരു പാട്ട് 20, അപ്പോൾ 60ഉം 100ഉം. ഇതാണ് ഓരോ സിറ്റിയുടെയും ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും. നമ്മുടെ ഇല്ലാത്ത ഏതൊക്കെയാണ്? ബിയുടെ ഡീറ്റെയിൽസ് അറിയത്തില്ല, ഡിയുടെ ഡീറ്റെയിൽസും അറിയത്തില്ല. അത് വേണമെങ്കിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിനകത്തോട്ട് പോകാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ the number of males to female bounded in the inbound calls in C are in the ratio 10:9. ഓക്കെ, മെയിൽ ഫീമെയിൽ ഇൻബൗണ്ടിനകത്ത് റേഷ്യോ 10:9 ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മെയിൽസ് ബൗണ്ടഡ് ഓൾ ദ കോൾസ് ഇൻ C 70. സിയിലെ എല്ലാ കോളും അറ്റൻഡ് ചെയ്ത മെയിൽസ് എന്ന് പറയുന്നത് 70 ആണ്. ഫൈൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഫീമെയിൽ ബൗണ്ടഡ് ഇൻ ഇൻബൗണ്ട് കോൾസ് ആൻഡ് ഔട്ട്ബൗണ്ട് ബൗണ്ടസ് ഇൻ ദ സെൻറ്റർ C. നമുക്ക് കണ്ടുപിടിക്കുന്നത് സെൻറ്റർ സിയിലെ ഇൻബൗണ്ടിനകത്തെ ഔട്ട്ബൗണ്ടിനകത്തെ ഫീമെയിലിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് നോട്ട് ചെയ്യാം. സി എന്ന് പറയുന്ന സ്ഥലം ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട്. ഇതിനകത്ത് മെയിലുണ്ട് ഫീമെയിലുണ്ട്, ഇതിനകത്തുണ്ട് മെയിലും ഫീമെയിലും. കിട്ടിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ എഴുതി വെക്കണം.
മെയിൽ ടു ഫീമെയിൽ ഇൻബൗണ്ടിൻ്റെ റേഷ്യോ 10:9 ആണ്. മെയിൽ ഫീമെയിൽ ഇൻബൗണ്ടിൻ്റെ റേഷ്യോ 10:9. ടോട്ടൽ മെയിൽ ഓൾ ദ കോൾ 70 ആണ്. അതായത് ഈ മെയിലും ഈ മെയിലിൻ്റെ സമ്മെന്ന് പറയുന്നത് 70 ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിലിൽ എഴുതി വെച്ചിരുന്ന ഡീറ്റെയിലിനകത്തോട്ട് പോകാം. ഓക്കെ, നമ്മുടെ സ്ഥലം ഏതാ? സി അല്ലേ? സി എന്ന് പറയുന്ന സ്ഥലത്തെ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് എത്ര? ഇൻബൗണ്ട് മൊത്തം 95 ആണ് അല്ലേ? ഇൻബൗണ്ട് ടോട്ടൽ 95 ആണ്. ഔട്ട്ബൗണ്ട് ടോട്ടൽ എത്ര? ഔട്ട്ബൗണ്ട് 25. അപ്പോൾ നോക്കി, ഈ റേഷ്യോ 10:9 ആണല്ലേ? അത് എന്തിൻ്റെ സമ്മ? 95. 10:9 എന്നുള്ള റേഷ്യോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 19/95, 1/5. അപ്പോൾ മെയിൽ എത്ര? മെയിൽ 50 ആണ്. ഫീമെയിൽ എത്രയാണ്? 45 ആണ്. ഇനി ടോട്ടൽ മെയിൽ 70 ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ 50 ആണ്. ഇവിടെ എത്രയായിരിക്കും? 20 ആയിരിക്കും. ഇത് 20 ആണ്. ഈ ഫീമെയിൽ എത്രയായിരിക്കും? 5 ആയിരിക്കും. കാരണം ഔട്ട്ബൗണ്ട് ടോട്ടൽ 25 ആണെന്നല്ല പറഞ്ഞേക്കുന്നത്. മെയിൽ 20 ആണ്. ഫീമെയിൽ എത്രയായിരിക്കും? 5 ആയിരിക്കും. കഴിഞ്ഞല്ല പരിപാടി. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ഫീമെയിൽ ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട്. ഇൻബൗണ്ടിലെ ഔട്ട്ബൗണ്ടിലെ ഫീമെയിലിൻ്റെ വ്യത്യാസം എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 45 5 അല്ലേ വ്യത്യാസം? എത്ര? 40. അത്രയേ ഉള്ളൂ. വാല്യൂസ് പെട്ടെന്ന് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യും, പെട്ടെന്ന് എടുത്ത് സോൾവ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിനകത്തൊരു പ്രത്യേക ആവശ്യമുണ്ടല്ലോ. ആ ക്വസ്റ്റിനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല ഈ ക്വസ്റ്റിനകത്ത്. ക്ലിയർ ആണോ? മറ്റേ ക്വസ്റ്റിനായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റിനായിരിക്കും ഈ കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡാറ്റ നമ്മൾ ഇതിനകത്തോട്ട് എടുക്കരുത്. ഇൻ കേസ് അങ്ങനെ കുഴപ്പമില്ലാത്ത ക്വസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത് നോക്കി. ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് കോൾസ് ഓഫ് ഡി ആർ ഇൻ ദ റേഷ്യോ 23:7. അപ്പോൾ ഡി എന്ന് പറയുന്ന സ്ഥലം ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 23:7. ഓക്കെ, ദെൻ ഇൻബൗണ്ട് കോൾസ് ഓഫ് ഡി ആർ y+3% മോർ ദാൻ ടോട്ടൽ കോൾസ് മെയ്ഡ് ബൈ ബി. ഡിയുടെ ഇൻബൗണ്ട് കോൾസ് എന്ന് പറയുന്നത് ബിയുടെ ടോട്ടൽ കോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ y+3% കൂടുതലാണ്. ഓക്കെ, ഇഫ് റേഷ്യോ ഓഫ് ഡൊമസ്റ്റിക് ഇൻബൗണ്ട് കോൾ ആൻഡ് ഇന്റർനാഷണൽ ഇൻബൗണ്ട് കോൾസ് ഓഫ് സി ഈസ് y+4:3, ഫൈൻഡ് ഇന്റർനാഷണൽ ഇൻബൗണ്ട് കോൾസ് ഓഫ് സി. അപ്പോൾ നമുക്ക് എന്തായാലും വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? ഡിയുടെ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട്? ഡി എന്ന് പറയുന്ന സ്ഥലത്തെ റേഷ്യോ അറിയത്തില്ല, പക്ഷേ ഡിയുടെ ടോട്ടൽ നമുക്ക് ഗ്രാഫ് ചെയ്ത് കിട്ടും. എത്ര? ഡിയുടെ ടോട്ടൽ 150 ആണ് അല്ലേ? ഡിയുടെ ടോട്ടൽ 150 ആണ്. അത് നമുക്ക് എടുക്കാം. ഡിയുടെ ടോട്ടൽ 150. അതിന് ഈ റേഷ്യോയിൽ നിന്ന് കട്ട് ചെയ്താലോ? ഈ റേഷ്യോയിൽ കട്ട് ചെയ്യുമ്പോൾ 30 150, അപ്പോൾ 1/5. അപ്പോൾ ഇതെത്രയാണ്? ഇത് 35. ഇതെത്രയാണ്? ഇത് 115. ഓക്കെ ഓക്കെ ഇനി നമുക്ക് നോക്കാം. ഇൻബൗണ്ട് കോൾസ് ഓഫ് ഡി ആർ y+3% മോർ ദാൻ ടോട്ടൽ കോൾസ് മെയ്ഡ് ബൈ ബി. ബിയിൽ വന്നിരിക്കുന്ന ടോട്ടൽ കോൾസ് എത്ര? ബിയുടെ ടോട്ടൽ കോൾസ് എന്ന് പറയുന്നത് ഗ്രാഫിലുണ്ട് 100. ഓക്കെ, ബിയുടെ ടോട്ടൽ കോൾസ് 100 ആണ്. ഈ 100 കമ്പയർ ചെയ്യുമ്പോൾ ഡിയുടെ ഇൻബൗണ്ട് കോൾസ് y+3% കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിയുടെ ഇൻബൗണ്ട് കോൾ എന്ന് പറഞ്ഞാൽ 115 അല്ലേ? അത് 100-നേക്കാളും y+3% കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100 കമ്പയർ ചെയ്യുമ്പോൾ 115 എത്ര % കൂടുതലാണ്? 15% കൂടുതലാണ്. 15% y+3 ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? 12 ആയിരിക്കത്തില്ലേ? വൈയുടെ വാല്യൂ കിട്ടി 12. ഇനി ഇഫ് റേഷ്യോ ഓഫ് ഡൊമസ്റ്റിക് ഇൻബൗണ്ട് ആൻഡ് ഇന്റർനാഷണൽ ഇൻബൗണ്ട് ഓഫ് സി ഈസ് റേഷ്യോ വന്നിട്ടുണ്ട് y+4:3. y എന്ന് പറഞ്ഞ നമ്പർ 12 ആണ്. ഓക്കെ, 12+4 എന്ന് പറഞ്ഞാൽ എത്ര? 16. അപ്പോൾ 16:3 ആണ് സിയുടെ ഡൊമസ്റ്റിക് ഇൻബൗണ്ടും ഇന്റർനാഷണൽ ഇൻബൗണ്ടും. ഓക്കെ, അപ്പോൾ ഇത് ഡൊമസ്റ്റിക്, ഇത് ഇന്റർനാഷണൽ. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇന്റർനാഷണൽ ഇൻബൗണ്ട് കോൾസ് ഓഫ് സി ആണ്. ഓക്കെ, അപ്പോൾ സിയുടെ ഇൻബൗണ്ട് കോൾസ് എടുക്കുക. സിയുടെ ഇൻബൗണ്ട്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സിയുടെ ഇൻബൗണ്ട് കോൾസ് എത്ര? 95. ആ 95നെ നമുക്ക് ഈ റേഷ്യോയിൽ കട്ട് ചെയ്തിട്ട് സിയുടെ എന്ത് കണ്ടുപിടിക്കണം? ഇന്റർനാഷണൽ ഇൻബൗണ്ട്. ഓക്കെ, അത്രയും കൂടെ അല്ലേ ഉള്ളൂ. പെട്ടെന്ന് പരിപാടി വരും. 19 പാർട്ട് 95. അപ്പോൾ ഒരു പാർട്ട് 5. അപ്പോൾ 3 പാർട്ട് എത്ര? 15. ഇതിനകത്തൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് നാഷണൽ ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് പറയുന്നത് നമുക്ക് ആ കൺഫ്യൂഷൻ ആവും.
കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ മനസ്സിൽ നിൽക്കുമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വാല്യൂസ് എഴുതി വെച്ചിട്ട് ചെയ്ത് പോകുക. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം നമുക്ക്. ഇഫ് ടോട്ടൽ ഇൻ്റർനാഷണൽസ് ബൈ എ is 41 and ratio of inbound domestic and outbound domestic are in the ratio 4:5, 4.5:2. Find the ratio of inbound domestic calls by A and outbound calls by E. എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ, കഷ്ണമായിട്ട് വായിച്ചു നോക്കാം. ടോട്ടൽ ഇൻ്റർനാഷണൽ ബൈ എ ഈസ് 41. അതിൻ്റെ അർത്ഥം എന്താ? എയുടെ ഇൻബൗണ്ടിനകത്തും ഇൻ്റർനാഷണൽ ഉണ്ട്, ഔട്ട്ബൗണ്ടിനകത്തും ഇൻ്റർനാഷണൽ ഉണ്ട്. ഓക്കെ, ഇൻബൗണ്ടിൽ ഇൻ്റർനാഷണൽ ഉണ്ട്, ഔട്ട്ബൗണ്ടിൽ ഇൻ്റർനാഷണൽ ഉണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എത്ര വരുന്നത്? 41. റേഷ്യോ ഓഫ് ഇൻബൗണ്ട് ഡൊമസ്റ്റിക് ആൻഡ് ഔട്ട്ബൗണ്ട് ഡൊമസ്റ്റിക്കിൻ്റെ റേഷ്യോ 4.5:2 ആണ്. അപ്പോൾ എയുടെ ഇൻബൗണ്ട് ഡൊമസ്റ്റിക്കും എയുടെ ഔട്ട്ബൗണ്ട് ഡൊമസ്റ്റിക്കും തമ്മിലുള്ള റേഷ്യോ 4.5:2 എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് 9/9/2. അപ്പോൾ 9:4 എന്ന് വരുന്ന റേഷ്യോ അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് ഇൻബൗണ്ട് ഡൊമസ്റ്റിക് കോൾസ് ബൈ എ ആൻഡ് ഔട്ട്ബൗണ്ട് കോൾസ് ബൈ ഇ. ഓക്കെ, നോക്കാം. എയുടെ ഇൻബൗണ്ട് ഇൻ്റർനാഷണൽ പ്ലസ് ഔട്ട്ബൗണ്ട് ഇൻ്റർനാഷണൽ 41. ഇൻബൗണ്ട് ഡൊമസ്റ്റിക് ഔട്ട്ബൗണ്ട് ഡൊമസ്റ്റിക് എത്രയാണ്? 9:4. ഓക്കെ, നമുക്ക് ടോട്ടൽ ഇൻബൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്, ടോട്ടൽ ഔട്ട്ബൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ടോട്ടൽ ഇൻബൗണ്ടും കയ്യിലുണ്ട്, ടോട്ടൽ ഔട്ട്ബൗണ്ടും കയ്യിലുണ്ട്. അത് നമുക്ക് ഈ റേഷ്യോസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ളൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്കൊരു വേരിയബിൾ കൊടുക്കാം. അപ്പോൾ പരിപാടി എളുപ്പമാവും. ഓക്കെ, അപ്പോൾ എയുടെ ഇൻബൗണ്ട് എന്ന് പറയുന്നത് 9x കൂടെ ഇവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ ഇൻബൗണ്ട് ഉണ്ടാവില്ലേ, അതും കൂടെ ആഡ് ചെയ്യണം. അല്ലേ വേണ്ട, നമുക്ക് എയുടെ ടോട്ടൽ കോൾസ് എടുത്തിട്ട് നമുക്കതിനെ റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, എയുടെ ഇൻബൗണ്ട് പ്ലസ് എയുടെ ഔട്ട്ബൗണ്ട്. എയുടെ ഇൻബൗണ്ട് ഇൻ്റർനാഷണൽ പ്ലസ് ഔട്ട്ബൗണ്ട് ഇൻ്റർനാഷണൽ 41 ആണ്. ഇൻബൗണ്ട് ഡൊമസ്റ്റിക് 9x, ഔട്ട്ബൗണ്ട് ഡൊമസ്റ്റിക് 4x. അപ്പോൾ ടോട്ടൽ ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും ആഡ് ചെയ്യുമ്പോഴത്തേനും ഇൻബൗണ്ടിനകത്ത് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണലും ആടാവും, ഔട്ട്ബൗണ്ടിനകത്ത് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണലും ആടാവും അല്ലേ. അപ്പോൾ ആക്ച്വലി ടോട്ടൽ അല്ലേ വരിക 41 പ്ലസ് 9x പ്ലസ് 4x, അതായത് 41 പ്ലസ് 13x എന്ന് വരും അല്ലേ. എയുടെ ടോട്ടൽ കോൾസ് നമുക്കറിയാം. എയുടെ ടോട്ടൽ കോൾ എത്രയാണ്? എയുടെ ടോട്ടൽ കോൾ എന്ന് പറയുന്നത് 80 ആണ് അല്ലേ. എയുടെ ടോട്ടൽ കോള് 80. അപ്പോൾ ഇതെന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 13x എന്ന് പറയുന്നത് 39. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 3. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 3 ആണ്. അതായത് എയുടെ ഇൻബൗണ്ട് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് 27, ഔട്ട്ബൗണ്ട് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് 12. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 3 ആണ്, 27, 12. ഓക്കെ, ഇനി എയുടെ ടോട്ടൽ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് എത്രയായിരുന്നു? എയുടെ ടോട്ടൽ ഇൻബൗണ്ട് 55, ഔട്ട്ബൗണ്ട് 25 ആണ്. ഇൻബൗണ്ട് 55, ഔട്ട്ബൗണ്ട് 25. ഞാൻ ചെറുതായിട്ടൊന്ന് ടേബിൾ ആക്കാവേ. എയുടെ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട്, ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക്. എയുടെ ഇൻബൗണ്ട് ടോട്ടൽ 55, ഔട്ട്ബൗണ്ട് 25 ആയിരുന്നു. അതിനകത്ത് ഇൻബൗണ്ട് ഡൊമസ്റ്റിക് 27 ആണ്. ഇൻബൗണ്ടിൽ ഡൊമസ്റ്റിക് 27. അപ്പോൾ ഇതെത്രയായിരിക്കും? 28 ആയിരിക്കും അല്ലേ. ഇനി എയുടെ ഔട്ട്ബൗണ്ട് ഡൊമസ്റ്റിക് 12 ആണ്. അപ്പോൾ ഇതെത്രയായിരിക്കും? 13 ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി നോക്കി, ഇൻബൗണ്ട് ഇൻ്റർനാഷണൽ പ്ലസ് ഔട്ട്ബൗണ്ട് ഇൻ്റർനാഷണൽ 41 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇൻബൗണ്ട് ഇൻ്റർനാഷണൽ പ്ലസ് ഔട്ട്ബൗണ്ട് ഇൻ്റർനാഷണൽ ആഡ് ചെയ്യുമ്പോൾ എത്ര? 31 തന്നെ വന്നിട്ടില്ലേ. അപ്പോൾ വാല്യൂസ് എല്ലാം ടാലി ആയിട്ടില്ലേ.
നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് എന്താ? റേഷ്യോ ഓഫ് ഇൻബൗണ്ട് ഡൊമസ്റ്റിക് കോൾസ് ബൈ എ. ഇൻബൗണ്ടിൽ ഡൊമസ്റ്റിക് കോൾസ് ബൈ എ 27ഉം അതുപോലെ തന്നെ ഔട്ട്ബൗണ്ട് കോൾസ് ബൈ ഇ, ഇയുടെ ഔട്ട്ബൗണ്ട് കോൾസും തമ്മിലുള്ള റേഷ്യോ എടുക്കണം. ഈയുടെ ഔട്ട്ബൗണ്ട് കോൾസ് എത്ര? ഈയുടെ ഔട്ട്ബൗണ്ട് കോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് 120 അല്ലേ. 27 120 റേഷ്യോ എടുക്കുക. 3 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ 9:, മാറിപ്പോയാ, ഇൻബൗണ്ട് ഡൊമസ്റ്റിക് കോൾസ് ബൈ എ ആൻഡ് ഔട്ട്ബൗണ്ട് കോൾസ് ബൈ ഇ. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ അവർ വെട്ടിയിട്ടില്ല. 27:120 എന്നാണ് അവർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. യെസ്, ക്ലിയർ ആണോ? അപ്പോൾ 2 കാറ്റഗറി കിടക്കുന്ന, ഓൾറെഡി എക്കകത്ത് ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ഉണ്ട്. ഇൻബൗണ്ടിന് തന്നെ അവർ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്ബൗണ്ടിനെയും ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 4 കട്ടിങ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും സ്റ്റെപ്പ് വരുന്നത്. നമ്മളത് മൈൻഡിൽ എഴുതി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയും സ്റ്റെപ്പില്ലാതെ സോൾവ് എടുക്കാൻ പറ്റും. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോവാം. ടോട്ടൽ ഇൻ്റർനാഷണൽ കോൾസ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ബൈ ബി ആൻഡ് ടോട്ടൽ ഇൻ്റർനാഷണൽ കോൾസ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ബൈ ഡി ആർ ഇൻ ദ റേഷ്യോ 26:45. ഓക്കെ, ബി എന്ന് പറയുന്ന ആ ഒരു കോൾ സെൻറ്ററിനകത്ത്, അല്ലെങ്കിൽ ബിയുടെ ടോട്ടലും ഇൻബൗണ്ട്, ഓക്കെ, ഇൻ്റർനാഷണൽ ആണ്. ബിയുടെ ഇൻ്റർനാഷണലിനകത്തെ ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും അതുപോലെ ഡിയുടെ ഇൻ്റർനാഷണലിനകത്തെ ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും റേഷ്യോ എത്രയാണ്? 26:45. അതൊക്കെ നിൽക്കട്ടെ, നോക്കാം. ടോട്ടൽ ഡൊമസ്റ്റിക് കോൾസ് ബൈ ബി ആർ 20% ലെസ് ദാൻ ടോട്ടൽ ഡൊമസ്റ്റിക് കോൾസ് ബൈ ഡി. ബിയുടെ ഡൊമസ്റ്റിക് കോൾസ് എന്ന് പറയുന്നത് ഡിയുടെ ഡൊമസ്റ്റിക് കോൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 20% ലെസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ കോൾസ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ബൈ ബി ആൻഡ് ഓൾ ഇൻബൗണ്ട് കോൾസ് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ബൈ എഫ്. ഇവരുടെ ടോട്ടൽ ഇൻബൗണ്ടിൻ്റെയും ടോട്ടൽ ഔട്ട്ബൗണ്ടിൻ്റെയും വ്യത്യാസം എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. 2 സ്ഥലങ്ങളാണുള്ളത്. ബി ഉണ്ട്, അതുപോലെ തന്നെ ഡി ഉണ്ട്. ബി ഡി, ഇൻബൗണ്ട് ഉണ്ട്, ഔട്ട്ബൗണ്ട് ഉണ്ട്. ഇയാൾക്കുണ്ട് ഇൻബൗണ്ട്, ഇയാൾക്കുണ്ട് ഔട്ട്ബൗണ്ട്. ഇൻബൗണ്ടിനകത്ത് ഡൊമസ്റ്റിക് ഉണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട്. ഇതിനകത്തുണ്ട് ഡൊമസ്റ്റിക്, ഇതിനകത്തുണ്ട് ഇൻ്റർനാഷണൽ. ഇതിനകത്തുണ്ട് ഡൊമസ്റ്റിക്, ഇൻ്റർനാഷണൽ. ഇതിനകത്തുണ്ട് ഡൊമസ്റ്റിക്, ഇതിനകത്തുണ്ട് ഇൻ്റർനാഷണൽ. ഞാൻ ഇതിനെല്ലാം ഒരു വേരിയബിൾ കൊടുക്കുകയാണ് നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ ആണോ? ഇതിനെ ഞാൻ എ എന്നും ബി എന്നും വിളിക്കുകയാണ്. ഇതിനെ A1 A2 എന്ന് വിളിക്കുകയാണ്. ഇതിനെ ഓക്കെ, ഞാനിതിന് കുറേ വേരിയബിൾസ് കൊടുക്കാൻ പോവാണ്. ഇതിനെ ഞാൻ P1 Q1 എന്ന് വിളിക്കും. ഇതിനെ P2 Q2 എന്ന് വിളിക്കും. ഇതിനെ M1 N1 എന്ന് വിളിക്കും. ഇതിനെ M2 N2 എന്ന് വിളിക്കും. ഇനി വേരിയബിൾസ് ഇതിൻ്റെ റേഷ്യോസ് കൊടുക്കുക. ടോട്ടൽ ഇൻ്റർനാഷണൽ കോൾസ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ബൈ ബി. ബിയുടെ ഇൻബൗണ്ടിൻ്റെ ഔട്ട്ബൗണ്ടിൻ്റെ ഇൻ്റർനാഷണൽ, ബിയുടെ ഇൻബൗണ്ടിൻ്റെയും ഔട്ട്ബൗണ്ടിൻ്റെയും ഇൻ്റർനാഷണൽ, അതിനെ നമ്മൾ എന്തെന്നാണ് വിളിച്ചിരിക്കുന്നത്? P1 + P2 എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിയുടെ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ഇൻ്റർനാഷണൽ, ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ഇൻ്റർനാഷണൽ, അതിനെ എന്തെന്നാണ് വിളിച്ചിരിക്കുന്നത്? ഓക്കെ, ബിയുടെ ഇൻ്റർനാഷണൽ ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട്,
ബിയുടെ ഇൻ്റർനാഷണലിനകത്തെ ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബൗണ്ട് അതിനെന്താണ് വിളിച്ചിരിക്കുന്നത്? Q1 Q2 എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെയും അതുപോലെ തന്നെ ഡിയുടെ ടോട്ടൽ ഇൻ്റർനാഷണൽ ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബൗണ്ട്, ഇത് ഇൻബൗണ്ട് ഔട്ട് ബൗണ്ട്, ഇൻബൗണ്ടിനകത്തെ ഇൻ്റർനാഷണലിനകത്തെ ഇൻബൗണ്ട് ഇന്റർനാഷണൽ ഔട്ട് ബൗണ്ട് അതിൻ്റെ സമ്മ് അത് നമ്മൾ എന്തെന്നാണ് വിളിച്ചിരിക്കുന്നത്? N1 N2 എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേഷ്യോ എത്രയാണ്? 26:45 ആണ്. 26:45. ഓക്കെ. ഇനി ടോട്ടൽ ഡൊമസ്റ്റിക് ബൈ ബി ആർ 20% ലെസ് ദാൻ ടോട്ടൽ ഡൊമസ്റ്റിക് ബൈ ഡി. ഇതിപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ അതിൻ്റെ കാര്യം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇൻ്റർനാഷണൽ. ഇനി ഡൊമസ്റ്റിക്, ഇത് ബിയുടെ കാര്യമാണ്, ഇത് ഡിയുടെ കാര്യമാണ്. ഓക്കെ, ഡൊമസ്റ്റിക്കിനകത്ത് റേഷ്യോ ഇവർ തന്നിരിക്കുന്നത് എങ്ങനെ? ബി 20% ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 5 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇനി ടോട്ടൽ ഡൊമസ്റ്റിക്കാണ്. ടോട്ടൽ ഡൊമസ്റ്റിക് നമ്മൾ എന്താണ് വിളിച്ചിരിക്കുന്നത്? ബിയുടേതിന് നമ്മൾ P1 + P2 എന്നും അതിനെ നമ്മൾ M1 + M2 എന്നുമാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഡൊമസ്റ്റിക്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ കോൾസ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ബൈ ബി ആൻഡ് ടോട്ടൽ ഇൻബൗണ്ട് കോൾസ് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ബൈ എഫ്. ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവർ പറഞ്ഞേക്കുന്ന പോലെ ഇൻബൗണ്ടിനകത്തോ ഔട്ട്ബൗണ്ടിനകത്തുള്ള ഇൻ്റർനാഷണൽ അതുപോലെ ഡൊമസ്റ്റിക് ഇതിൻ്റെയൊക്കെ റേഷ്യോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവരെ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, ഇവരുടെ സമ്മ്. ഓക്കെ, ഇവരുടെ സമ്മുമായിട്ടാണ് നമുക്ക് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ആരൊക്കെ ഉള്ളത്? സിയും ഡിയും അല്ലേ ഉള്ളത്. അപ്പോൾ നോക്കുക, സിയുടെയും ഡിയുടെയും ഇൻ്റർനാഷണൽ ഇൻബൗണ്ട് 95 ഔട്ട്ബൗണ്ട് 25. ഡിയുടെ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല, പക്ഷേ ഡിയുടെ ടോട്ടൽ നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും അല്ലേ. ഡിയുടെ ടോട്ടൽ എത്രയാണ്? 150. സിയുടെ ടോട്ടൽ എത്രയാണ്? 120. ഓക്കെ, ഓക്കെ, ബിയുടെ ടോട്ടൽ നമുക്ക് വേണം, ഡിയുടെ ടോട്ടൽ നമുക്ക് വേണം. ഓക്കെ, ബിയുടെ ടോട്ടൽ 100 ആണ്, ഡിയുടെ ടോട്ടൽ 150 ആണ്. ഓക്കെ, 100ഉം 150. ഓക്കെ, നോക്കാം. ഇത് 100, ഇത് 150. ഈ 100 എന്ന് പറഞ്ഞാൽ ഇൻബൗണ്ട് പ്ലസ് ഔട്ട് ബൗണ്ട് ആണ്. ഇതെന്താണ്? ഇതും ഇൻബൗണ്ട് പ്ലസ് ഔട്ട് ബൗണ്ട് ആണ്. ഓക്കെ, സോൾവ് ചെയ്യണ്ടേ? അപ്പോൾ നോക്കുക, ബിയുടെ ഇൻബൗണ്ട് മൊത്തം വേണമെങ്കിൽ P1 + Q1 വേണം അല്ലേ. P1 + Q1 വേണം. ഔട്ട് ബൗണ്ട് മൊത്തം വേണമെങ്കിൽ T2 + Q2 വേണം. അതായത് ഇത് പ്ലസ് ഇത് വേണം. അതുപോലെ തന്നെ ഡിയുടെ ഇൻബൗണ്ട് മൊത്തം വേണമെങ്കിൽ N1 + N1 വേണം. ഡിയുടെ ഔട്ട് ബൗണ്ട് മൊത്തം വേണമെങ്കിൽ M2 + N2 വേണം. അപ്പോൾ റേഷ്യോസ് എടുത്ത് ആഡ് ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ നമുക്ക് 26x 45x എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് 4y എന്നും 5y എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ലീനിയർ ഇക്വേഷൻ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ ടോട്ടൽ ഇൻബൗണ്ട് നമുക്ക് വേണം, അല്ലെങ്കിൽ ബിയുടെ ടോട്ടൽ ഇൻബൗണ്ട് പ്ലസ് ഔട്ട് ബൗണ്ട് നമുക്ക് വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, ബിയുടെ ടോട്ടൽ ഇൻബൗണ്ട് പ്ലസ് ഔട്ട് ബൗണ്ട് അതെത്ര? 100. ആ 100 എന്ന് പറയുന്നത് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് അല്ലേ. അപ്പോൾ മൊത്തം എത്ര വരും? 26x + 4y എന്ന് വരും. അതുപോലെ തന്നെ ഡിയുടെ ടോട്ടൽ 150 ആണ്. അത് ടോട്ടൽ ഇൻബൗണ്ട് പ്ലസ് ടോട്ടൽ ഔട്ട് ബൗണ്ട് ആണ്. ടോട്ടൽ ഇൻബൗണ്ട് എന്ന് പറയുന്നത് M1 + M1. ഇത് അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യേണ്ട വരത്തില്ലേ. അപ്പോൾ നമുക്ക് 45x + 5y എന്ന് വരും. ഓക്കെ, ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് നമ്മൾ ഈ റേഷ്യോസ് എടുക്കണം. ഓക്കെ ആണോ? ഇത് നമുക്ക് സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഇതിനകത്തിപ്പോൾ വെട്ടാനായിട്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെട്ടുവാണെങ്കിൽ ഇതിനെ 2 വെച്ചും വെട്ടിക്കഴിഞ്ഞാൽ ഇത് 50 ആവും, ഇത് 13x ആവും, ഇത് 2y ആവും. ഇതിനെ 5 വെച്ച് വെട്ടുവാണെങ്കിൽ ഇത് 30 ആവും, ഇത് 9x ആവും, ഇത് y ആവും.
ഇതൊന്ന് ഡബിൾ ആക്കി കൊടുത്താൽ 60 ഈസ് ഈക്വൽ ടു 18 പ്ലസ് 2y എന്ന് കിട്ടും. രണ്ട് ഇക്വേഷൻ്റെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ 2y കട്ടായി പോവും. 18 നിന്ന് 13 പോയാൽ 5x എന്ന് കിട്ടും. 60 നിന്ന് 50 പോയാൽ 10 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2. എക്സിൻ്റെ ശരിക്കും വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ ശരിക്കും എത്ര വരണം? 52 വരണം. ഇവിടെ എത്ര വരണം? 90 വരണം. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഇത് 26, അവിടെ പോകുമ്പോൾ 14, വൈയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? 7 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ 7 ആണെങ്കിൽ ഇത് 28 ആണ്, ഇതെത്രയാണ്? 35 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ എന്താ പറയുന്നത്, ഇൻ്റർനാഷണലും അതുപോലെ ഡൊമസ്റ്റിക്കിൻ്റെയൊക്കെ നമ്പേഴ്സ്. ഓക്കെ, യെസ്, നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ കോൾസ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ബൈ ബി. ബിയുടെ ടോട്ടൽ ഇൻ്റർനാഷണൽ കോൾ എടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഈ സാധനം വേണം, അതുപോലെ തന്നെ ഈ സാധനം വേണം. വേണ്ടേ? Q1 വേണം, Q2 വേണം. Q1 Q2 എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്? 52. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടൽ ഇൻബൗണ്ട് കോൾസ് ബൈ എഫ്. എഫിൻ്റെ ടോട്ടൽ ഇൻബൗണ്ട് കോൾസ് അതവിടെ കിടപ്പുണ്ട്. എഫിൻ്റെ ടോട്ടൽ ഇൻബൗണ്ട് കോൾസ് അത് നമ്മുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. എത്രയാണ്? 60. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 8. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓൾറെഡി പല പല കാറ്റഗറീസ് ഉണ്ട്. അതിൽ തന്നെ പല പല കാറ്റഗറീസ് ഉണ്ട്. റേഷ്യോ തന്നെ ഒരു സുഖമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്? ഇങ്ങനെയൊക്കെ ചെയ്തു കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്നോടെ ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ അതോട്ട് പോവാം. ഇഫ് ടോട്ടൽ ഔട്ട്ബൗണ്ട് കോൾസ് ബൈ ബി ആർ 33.33% മോർ ദാൻ k plus 3, where k is the value of inbound calls by f. Find the value of b if b is the smaller root of the equation m square minus am minus 108 equals 0. Okay, totally outbound calls by b are 33.33% more than k plus 3. k എന്ന് പറയുന്നത് ഇൻബൗണ്ട് കോൾസ് ബൈ എഫ് ആണ്. എഫിൻ്റെ ഇൻബൗണ്ട് കോൾസ് എന്ന് പറയുന്നത് എനിക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. എഫിൻ്റെ ഇൻബൗണ്ട് കോൾസ് എത്രയാണ്? 60. എഫിൻ്റെ ഇൻബൗണ്ട് കോൾസ് 60 ആണ്. k is the value of inbound calls by f. അപ്പോൾ k plus 3 എന്ന് പറഞ്ഞാൽ എത്ര? 63. ബിയുടെ ഔട്ട്ബൗണ്ട് കോൾ എന്ന് പറയുന്നത് ഇതിനേക്കാളും 33.33% കൂടുതലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും 1/3 കൂടുതൽ. ഇതിന് 1/3 എത്ര? 21. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 84 എന്ന് കിട്ടും. അപ്പോൾ ബിയുടെ ഔട്ട്ബൗണ്ട് എത്രയാണ്? 84 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഇക്വേഷൻ്റെ അകത്ത് എന്താ സ്മോളർ റൂട്ട് കണ്ടുപിടിക്കണം. അതുപോലെ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ബി ഇസ് ദ സ്മോളസ്റ്റ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ബി എന്ന് പറയുന്ന സാധനമുണ്ട്, സ്മോളസ്റ്റ് റൂട്ടാണ്, അത് ഓക്കെ. പക്ഷേ അതിന് പകരം ഒരു എമ്മും ഉണ്ട്, എയും ഉണ്ട്. എം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ്റെ വേരിയബിളാണ്. എ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി. എ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ആ ടേബിളിൽ കിടന്ന സാധനമാണ്. എത്ര? 4:a. ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് റേഷ്യോ 4:a ആണ്. ബിയുടെ ടോട്ടൽ എത്ര? ബിയുടെ ടോട്ടൽ 100. ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് 4:a. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന ആളുടെ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് റേഷ്യോ 4:a ആണ്. ടോട്ടൽ 100 ഉണ്ട്. ഔട്ട്ബൗണ്ട് നമുക്കിപ്പോൾ കിട്ടി 84. ഓക്കെ, സോറി 4:a. അപ്പോൾ ഇൻബൗണ്ട് എത്രയായിരിക്കും? 84 6 90. 90 10 അല്ലേ 100. അപ്പോൾ നോക്കി 16 4 പാർട്ടാണ്. അപ്പോൾ 84 എത്ര പാർട്ടായിരിക്കും? ബൈ 4 ചെയ്യണ്ടേ. അപ്പോൾ 7 വാല്യൂ എത്രയെന്ന് വരും? 21 എന്ന് വരും. അത് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m square minus 21 plus 108 equal to 0. ഓക്കെ, ഇനി അത് സോൾവ് ചെയ്യണ്ടേ. എങ്ങനെ? ക്വാഡ്രാറ്റിക് നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത് എങ്ങനെ? 108 equal to 0. മൈനസ് പ്ലസ് അല്ലേ? സൊല്യൂഷൻ സൈൻ എന്താ? പ്ലസ് പ്ലസ്.
ആഡ് ചെയ്യുമ്പോൾ 21 വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 108 വരണം. ആഡ് ചെയ്യുമ്പോൾ 21 വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 108 വരണം. 108 നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, നമുക്ക് 108 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 4 വെച്ച് കൂട്ടി കഴിഞ്ഞാൽ 4 × 2 8, 4 × 7 28, 27 4 പറ്റത്തില്ല. 3 × 9 12 9. ഓക്കെ അല്ലേ? 12 9 എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ 21, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 108. അപ്പോൾ ഇവിടെ 12 വരും, ഇവിടെ 9 വരും. ഇനി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ബി എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് റൂട്ടാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്? 9. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ സെറ്റിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അറിയാം, ചെയ്തു പോയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ് തൊട്ട് ഭയങ്കര ഹൈ ലെവൽ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് വരെ നമ്മുടെ ഈ സെറ്റിനകത്ത് കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേനും ഫസ്റ്റ് റൗണ്ടിൽ ഈസി പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യും. ഓക്കെ, സെക്കൻഡ് റൗണ്ടിൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യും. പക്ഷേ മെയിൻസിന് പോകുമ്പോൾ പ്രിലിംസിൻ്റെ സ്ട്രാറ്റജി അല്ല, കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് വേണം നമ്മൾ ആലോചിക്കാൻ. കാരണം മെയിൻസിന് പോകുമ്പോൾ കൂടുതൽ എന്തായിരിക്കും, DAയും അരിത്തമെറ്റിക് ആയിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പോൾ എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പിടിക്കണം. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, കണ്ടോനെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.